ജയ, പാർവതി, അന്ന് കാട്ടിവെച്ച് ജയെ കണ്ടതിന് ശേഷം വീണ്ടും കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് അറിയുന്നുണ്ടായിരുന്നു പാർവതി. നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നില്ലെങ്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ദൈവമ്മയെ പോലെ ജയയും ഇടയ്ക്ക് എന്നെ കാണാൻ വരണം. വരാം പാർവതി. സന്തോഷം. വിശാലിന് എങ്ങനെയുണ്ട്? അവന് സുഖാണോ? അതെ, സുഖാണ്. ഇന്നലെ രാത്രി വിശാൽ സാറിന്റെ മുറിയില് ദേവമ്മ വന്നിരുന്നെന്ന് തോന്നുന്നു. ആ മുറിയിലെ ദേവമ്മയുടെ ശബ്ദത്തിലുള്ള ഒരു താരാട്ട് പാട്ട് ഞാൻ എന്റെ മുറിയിരുന്ന് കേട്ടതാ. വന്നിരുന്നു. ദേവമ്മ മോനെ കാണാൻ വന്നിരുന്നു. അപ്പോ എന്റെ തോന്നല് ശരിയായിരുന്നല്ലേ? പൗർണമി രാത്രിയിൽ മകനെ കാണണോന്ന് ദേവമ്മ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ദേവമ്മ എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? വിശാൽ സാറ് എന്നും എന്നോട് ചോദിക്കും. എന്തായാലും നന്നായി, ഇന്നലെ രാത്രി വിശാൽ സാറ് ദേവമ്മയെ കണ്ടല്ലോ. വിശാൽ സാറിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? ഇല്ല പാർവതി, വിശാൽ ഇന്നലെ രാത്രിയും അമ്മയെ കണ്ടില്ല. അയ്യോ, കണ്ടില്ലേ? അവർ തമ്മിൽ കാണാനുള്ള സമയമായില്ല. ദേവമ്മ അവനെ കണ്ടു, താരാട്ട് പാടി, പിന്നീട് മടങ്ങിപ്പോയി. അത് മാത്രമേ അവർക്കിടയിൽ അനുവദനീയമായുള്ളൂ. അയ്യോ, അത് കഷ്ടായല്ലോ. ഇന്നലെ അമ്മയും മകനും തമ്മില് കണ്ട് സന്തോഷം പങ്കുവെക്കുന്നാ ഞാൻ കരുതിയത്. ദേവമ്മ ഇന്നലെ രാത്രി വിശാലിനെ കാണാൻ വന്ന വിവരം നീ അറിഞ്ഞതായി വിശാലിന് മുന്നിൽ പ്രകടിപ്പിക്കരുത്. അതുകൊണ്ട് ഇനി അതറിയാൻ ശ്രമിക്കണ്ട. ജാസ്മിനെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അവള് വിശാലിനെ വലിയ കുഴപ്പത്തിലെത്തിക്കും. അത് ഓർമ്മിപ്പിക്കാനാ. എന്താ ജാസ്മിൻ, നീ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചതിന് നീ ആദ്യം മറുപടി പറയും. നീ എന്താ ഇവിടെയെന്ന്? എന്താ ഞാനിവിടെ വന്ന് എന്താ കുഴപ്പം? എനിക്കിവിടെ വരാൻ പാടില്ലാന്ന് വല്ല നിയമം ഇവിടെ ഉണ്ടോ? അതെ, എന്റെ ഭർത്താവിന്റെ മുറിയ. അതിന് നീ ആ മുറിക്കകത്ത് കയറാനല്ലേ നോക്കിയത്? അതെ,
ഞാൻ ആ മുറിക്കകത്ത് കയറാൻ തന്നെയാ നോക്കിയത്. അതിനിപ്പോ എന്താ? എന്റെ ഭർത്താവിന്റെ മുറിയിൽ നീ കയറാൻ പാടില്ല. കയറിയ നീ എന്ത് ചെയ്യടി? കയറാൻ പാടില്ലെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ കേറും. കേറിയ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണല്ലോ. നിന്നോട് കയറരുതെന്നാ ഞാൻ പറഞ്ഞത്. കേറിയ നീ എന്നെ എന്ത് ചെയ്യടി? തല്ലൂ? തല്ലൂന്ന്? തല്ലടി, തല്ല്, തല്ലാൻ. എന്താടി? നീ എന്നെ നോക്കി പേടിപ്പിക്കാണോ? നിനക്കെന്നെ തല്ലണ്ടേ? തല്ലണ്ടേന്ന്. എടി, ആ ഞൊരണം നിന്റെ കരണത്ത് ഞാൻ തന്നാലേ പിന്നെ നീ 3 ദിവസം കഴിഞ്ഞേ കണ്ണു തുറക്കും. അത് ഓർമ്മ വേണം നിനക്ക്. നീ എന്താടി എന്നെ പേടിപ്പിക്കുന്നു? നീ പേടിക്കണം. അമ്മാതിരി പ്രവൃത്തികളല്ലേ നീ ഈ വീട്ടിനുള്ളിൽ ചെയ്തു കൂട്ടുന്നത്. ഞാൻ ഞാൻ എന്ത് ചെയ്തു? പ്രസാദത്തിൽ ഉറക്ക ഗുളിക കലർത്തിയത് നീയല്ലടി. നീ അല്ലേന്ന്. ദേ, നിന്റെ മുഖത്തെ ഈ വിറയലില് തന്നെ ഉണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. നീ രഹസ്യമായിട്ട് ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. എടി ജാസ്മിനെ, നീ ഇവിടെ എന്തൊക്കെ ലീലാവിലാസങ്ങൾ കാണിച്ചാലും ഞാനതറിയും. നീ പ്രസാദത്തിൽ ഉറക്ക ഗുളിക ചേർത്തത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നല്ലേ പറയാ? നീ ഉറക്ക ഗുളിക ചേർത്ത് വച്ചിരുന്ന പ്രസാദം ഗായത്രി അമ്മയ്ക്ക് കൊടുക്കാനായി ഞാൻ കൊണ്ടുപോയി. ഞാനത് ഗായത്രി അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ വയ്ക്കുന്ന സമയത്ത് അബദ്ധത്തിൽ പ്രസാദം ആ ചെടിയിൽ വീണത് നന്നായി. പ്രസാദം വീണ ഉടൻ ചെടിയിലുണ്ടായിരുന്ന പൂവിന്റെ നിറം മങ്ങി. അത് വാടിപ്പോയി. അതൊരടയാളമായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഉടൻ തന്നെ ആ പ്രസാദം ഞാൻ മാറ്റി. അടുക്കളയിൽ ചെന്ന് നീ ഉറക്ക ഗുളിക കലർത്താത്ത പ്രസാദം ഞാൻ എടുത്തു. ജാസ്മിൻ, നീ ഒന്ന് ഓർത്തോ, എനിക്ക് ഉദയന്നൂർ ദേവി മുതൽ ഗായത്രി അമ്മ വരെ തുണയായിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും അവരതിൻ്റെ കണ്ണിൽ കാണിക്കും. ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വിശാൽ സാറിനെതിരെ നീ ഒരു വിരൽ അനക്കിയോ, അത് നിന്റെ അവസാനമായിരിക്കും.
എന്തൊക്കെ പ്ലാനായിരുന്നു മനസ്സിൽ, എല്ലാം പൊളിഞ്ഞു പോയില്ലേ. ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ഈ മുറിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ മുറിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ക്യാമറയിൽ റെക്കോർഡായി കാണും. നീ ഒന്നോർത്തോ, എനിക്ക് ഉദയന്നൂർ ദേവി മുതൽ ഗായത്രി അമ്മ വരെ തുണയായിട്ടുണ്ട്. അപ്പോ പാർവതി പറയുന്നത് ശരിയാണോ? പാർവതി ഗായത്രി ദേവിയെ കാണുന്നുണ്ടല്ലേ? ഈ വീഡിയോയിൽ ഗായത്രി ദേവിയെ കണ്ട സ്ഥിതിക്ക് ഇവിടെ ഗായത്രി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ പാർവതി ഗായത്രി ദേവിയെ കാണുന്നുണ്ടെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട്. ഇതൊരു വലിയ തെളിവാ. ഇതുടനെ പ്രഭാവതി അമ്മയെ കാണിക്കണം. നല്ല സൂപ്പ്. ചേച്ചി സൂപ്പ് കുടിക്കുന്നില്ലേ? നല്ല ചൂടാണടാ, ഇത്തിരി ചൂട് മാറിയിട്ട് കുടിക്കാം. എന്താ ജാസ്മിൻ ഇത്? ശ്രദ്ധിച്ചു വരണ്ടേ? എന്താ ജാസ്മിൻ, എന്തിനാ നീ ഇങ്ങോട്ട് ഓടിക്കത്തിച്ച് വന്നത്? എന്താ കാര്യം? ആന്റി, വീഡിയോ വീഡിയോ വീഡിയോയോ? എന്ത് വീഡിയോ? ഗായത്രി അമ്മയുടെ വീഡിയോ. ഗായത്രി ദേവിയുടെ എന്ത് വീഡിയോ? പഴയ വല്ല വീഡിയോ ആണോ? അല്ല. അല്ലേ? അല്ല, ഇത് ഇന്നലെ രാത്രിയിലുള്ള വീഡിയോയാ. ഇന്നലെ രാത്രിയിലുള്ള വീഡിയോയോ? അതെ, ഇന്നലെ രാത്രിയില് ഗായത്രി അമ്മ ഇവിടെ വന്നിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഗായത്രി ദേവി ഇവിടെ വരികയല്ലേ? വന്നു. ഗായത്രി ദേവി ഇന്നലെ വിശാലിന്റെ റൂമിൽ വന്നൂന്നേ. എന്നിട്ട് അവന് മടിയിലേക്ക് അടുത്തി അവന്റെ മുടിയിലെ തലോടി കൊടുത്തു. ആഹാ. ആ, ആ. എന്താ ജാസ്മിൻ, നീ ഇന്നലെ രാത്രി വല്ല ദുസ്വപ്നം കണ്ടോ? എന്റെ ആന്റി, ഇത് ദുസ്വപ്നൊന്നും അല്ല, യാഥാർത്ഥ്യമാ. നിങ്ങൾ എന്നിങ്ങനെ കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. എന്റെ കയ്യിലെ തെളിവുണ്ട്. ഗായത്രി അമ്മ ഇവിടെ വന്നതിന്റെ തെളിവാ എന്റെ മൊബൈലിലെ വീഡിയോയിലുള്ളത്. അത് കാണിക്കാനാ ഞാൻ വന്നത്. പിന്നെ ഗായത്രി വീഡിയോയിൽ പതിയാൻ പോവല്ലേ? ജാസ്മിനെ, നീ ചുമ്മാ തമാശ പറയല്ലേ കേട്ടാ. ഗായത്രി എന്നല്ല ഒരു പ്രേതവും ഫോട്ടോയിലും വീഡിയോയിലൊന്നും പതിയാൻ പോകുന്നില്ല. ശരി, തെളിവ് കാണിച്ചെന്നാ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. ഞാൻ കാണിച്ചുതരാം. അല്ല, നിക്ക്. നിനക്ക് ആ വീഡിയോ എവിടുന്നാ കിട്ടിയത്? അത് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇന്നലെ നടത്താൻ കഴിഞ്ഞില്ല. രാത്രി ആ പ്രേതത്തെ കണ്ട് എൻ്റെ ബോധം പോയതോടെ എനിക്ക് പിന്നെ എൻ്റെ പ്ലാനൊന്നും നടത്താൻ കഴിഞ്ഞില്ല. എന്നാലും മൊബൈൽ ക്യാമറയിൽ എന്തെങ്കിലും വിഷ്വല് പതിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനത് എടുത്തു നോക്കിയതാ. അപ്പോഴാ ഗായത്രി അമ്മയെ ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ഓ, അപ്പൊ അതായിരുന്നു ബുദ്ധി കൊണ്ട് നീ കളിക്കാൻ ഒരുക്കിയ പ്ലാൻ. പാർവതിയും വിശാലിനെയും തമ്മിൽ തെറ്റിക്കാൻ
ആ ഐഡിയ നന്നായിരുന്നു. ആ അതൊക്കെ അവിടെ കേട്ടെ. നീ ആ വീഡിയോ കാണിക്കേ. ആ വീഡിയോയിൽ പതിഞ്ഞ ഗായത്രി ദേവിയെ ഞങ്ങളോടൊന്ന് കാണട്ടെ. ആ വീഡിയോ കാണിക്ക് ജാസ്മിൻ. ആ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാവല്ലോ. അയ്യോ ഇതെന്തു പറ്റി? എന്തു പറ്റി ജാസ്മിൻ? ഫോൺ ഓൺ ആവുന്നില്ല. നീ ആ ഫോണിങ് തന്നെ ഓണാക്കുന്ന ഇവിടെ അല്ലേ? ആ താഴെ വീണപ്പോ കേടായെന്ന് തോന്നുന്നു. അയ്യോ. ഓണാവുന്നില്ല. അയ്യോ ശ്ശോ. ഇനി ഇതിലുണ്ടായിരുന്ന വിഷ്വൽസ് നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ കാണിച്ചു തരും? ഓ ഗായത്രി അമ്മ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നൂന്നേ. പാർവതി ഗായത്രി അമ്മ കാണാറുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ ഞാനിതിപ്പോ എങ്ങനെ നിങ്ങളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തും? അത് വിട്ടുകളെ. ഇനി എപ്പോഴെങ്കിലും ഈ ഫോണിൽ നിന്ന് ആ വീഡിയോ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അന്ന് നമുക്ക് ആ വീഡിയോ കാണാം. ഇപ്പൊ നീ ചെല്ല്. ചെല്ല് കുട്ടി. ചേച്ചി അവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാ തോന്നുന്നത്. ഗായത്രി ദേവിയെ വീഡിയോയിൽ കണ്ടുവെന്ന് ജാസ്മിൻ ചുമ്മാ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗായത്രി വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവും അവൾ ധൈര്യപൂർവ്വം അത് നമ്മളെ കാണിക്കാൻ തയ്യാറായത്. അങ്ങനെ ഗായത്രി ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ചേച്ചി. അതാ അതിന്റെ ഒരു ശരി. ഒന്നുമില്ലടോ, ഞാൻ അമ്മയോടൊന്ന് പരിഭവിച്ചത്. പരിഭവം? എന്തിനാ പരിഭവിച്ച്? അമ്മ പാർവതിയെ കാണാൻ മാത്രമല്ലേ വരുന്നുള്ളൂ, എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അതിനാണോ പരിഭവിച്ച്? വിശാൽ സാറിനെ കാണാൻ ദേവമ്മ തീർച്ചയായിട്ടും വരും. അതിനി എന്നാണ്? ഇപ്പോ അതിനുള്ള സമയമായിട്ടില്ലെന്നാ ഓരോ പ്രാവശ്യവും എന്നെ കാണാനായിട്ട് വരുമ്പോ അമ്മ പറയുന്നത്. എനിക്ക് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഉടനെ എൻ്റെ അമ്മയെ കാണണം. ഇനി അമ്മ പാർവതിയെ കാണാൻ വരുമ്പോ, പാർവതി എൻ്റെ ഈ വിഷമം അമ്മയോട് പറയണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട് വിശാൽ സാർ. ശരി, അമ്മയുടെ നിശ്ചയം അതാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അതെ, അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു പാർവതി. അതെ, ഇന്നലെ പാർവതി എന്ന പ്രസാദത്തിന്റെ അത്ഭുതമാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ശാന്തമായി ഉറങ്ങി. അങ്ങനെ എല്ലാം മറന്നുറങ്ങുമ്പോഴാ അമ്മ സ്വപ്നത്തിൽ വന്നത്. സ്വപ്നത്തിൽ എന്താ കണ്ടതെന്നറിയോ? അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുന്നു.
ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ആ താരാട്ട് കേട്ട് സുഖമായി ഉറങ്ങുന്നു. വിശാൽ സർ, സാറ് സ്വപ്നത്തിലാണ് ഇത് കണ്ടതെങ്കിലും ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്നിരുന്നു. അന്നേരം സാറ് നല്ല ഉറക്കത്തിലായിരുന്നു. സ്വപ്നത്തിലാണെങ്കിലും അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പാർവതി. സാർ ഇന്നലെ അമ്മയെ ഓർത്തുകൊണ്ടായിരിക്കും കിടന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാവും സ്വപ്നത്തിൽ അമ്മയെ കണ്ടത്. അമ്മയെ ഓർമ്മിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ല പാർവതി. അമ്മയുടെ ആത്മാവ് എന്നും എനിക്കൊപ്പം ഉണ്ടെന്ന എൻ്റെ വിശ്വാസം.